ഹലോ ഗായ്സ്, അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയ്ക്കൊരു ആഗ്രഹം കർക്കിടകത്തിൽ ഉണ്ടാക്കുന്ന താളുകറി ആക്കണമെന്ന്. നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. ഇത് നോർമലി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്ന താളല്ല കേട്ടോ, ഈ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന താളാണ്. ഇത് കർക്കിടകത്തിൽ മാത്രമേ കഴിക്കാറുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ചൊറിയുന്നൊക്കെയാണ് പറയുന്നത്, അലർജിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാത്ത സമയങ്ങളിൽ ഇത് എടുക്കാറില്ല. അപ്പോൾ കർക്കിടകം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് നിർബന്ധമായതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ചെടുത്ത് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയപ്പോൾ ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ഊണൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ താളൊക്കെ പറിച്ചിട്ട് വന്ന് അമ്മ നല്ല വൃത്തിയായിട്ട് എനിക്ക് കഴുകി തന്നിട്ടുണ്ട് കേട്ടോ. കാരണം കഴുകാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലർജി ഉണ്ടായാലെന്ന് വെച്ചിട്ട് കഴുകിയൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ പുറമെ ഒരു തൊലി കാണുന്നില്ല, ഇതിങ്ങനെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൊറിഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ്, റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഈ കർക്കിടക മാസത്തിൽ ഇത് എടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ലെന്നും പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ എപ്പോൾ എടുത്താലും ഈ പുറമത്തെ തൊലിഭാഗം നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. നമുക്ക് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് വഴന്നു പോകുന്നു. ഉള്ളിൽ ഇങ്ങനെ സ്പോഞ്ച് പോലെ ആയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്നു പോകും. അത്യാവശ്യം വലിയ കഷ്ണമാക്കി തന്നെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് വറുത്തെടുക്കാം. ശേഷം അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ സബോള അല്ലെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാറുണ്ട്. പെട്ടെന്ന് വഴന്ന് വരുന്നതാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒത്തിരി എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം അത് വാടി വരുമ്പോൾ കൊണ്ട് തീരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു 5 ലിറ്ററിൻ്റെ കുക്കറിൻ്റെ അകത്ത് നിറയെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അത് വാടി വന്നപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. താള് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വേവാൻ വേണ്ടി വെക്കുക. ഇവിടെ അമ്മ പറയുന്നത് പുളിവെള്ളം ചേർക്കുന്നത് എന്തെങ്കിലും അലർജി ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല, പക്ഷെ നമ്മൾ പൊതുവെ തീയലിനൊക്കെ പുളിവെള്ളം ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് ആ പുളിവെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്നൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് അരപ്പിനായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കുന്ന സമയത്ത് നമ്മൾ വേപ്പില, വെളുത്തുള്ളി, 2 കഷ്ണം ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, മല്ലിപ്പൊടി ചേർക്കാം. ഇവിടെ മല്ലിപ്പൊടി അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് അത് പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ താള് പുളിവെള്ളമൊക്കെ പിടിച്ച് നല്ല സെറ്റായി ഇരിപ്പുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം തൊടാണ്ട് അരയ്ക്കുന്നുണ്ട്, ഇത്ര തിക്കായിട്ടിരിക്കുന്നത്. ശേഷം നമുക്ക് ഒന്നുകൂടെ കുറച്ച് ആ വെള്ളം ആ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി എണ്ണ തെളിയുന്നവരൊരു 10 മിനിറ്റ് സിമ്മിൽ വെച്ചൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ഒരു കർക്കിടകത്തിൽ താളുകറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.